എല്ലാവർക്കും നമസ്കാരം. എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കേട്ടറ്റിലെ കാറ്റഗറി 3 നാച്ചുറൽ സയൻസിന്റെ കുറച്ച് PYQs ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുള്ള നാച്ചുറൽ സയൻസിൽ നിന്ന് വന്ന ഒരുപാട് ചോദ്യങ്ങളും അതിന്റെ ഉത്തരങ്ങളും നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ഓക്കെ, Which one is a wrong statement about seed tubes? Seed tubesുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. They are found in pteridophytes and gymnosperms. അതേപോലെ തന്നെ pteridophyteകളിലും gymnospermസിലും കാണാൻ കഴിയുന്നു എന്നാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ്. Consist of vertical cells placed one above the other, forming long tubes connected at the end walls by seed pores. എന്താണ്? ഒന്ന് പരസ്പരം ഒന്ന് മറ്റൊന്നിന് മുകളിലായി അറേഞ്ച് ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ് അല്ലെ. അപ്പൊ അത് ശരിയാണോ തെറ്റാണോ നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. സീഡ് ഏരിയാസ് ഡു നോട്ട് ഫോം സീഡ് പ്ലേറ്റ്സ്. സീഡ് ഏരിയാസിൽ സീഡ് പ്ലേറ്റ്സ് ഫോം ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, സീഡ് ഏരിയാസ് ആർ നോട്ട് വെൽ ഡിഫറൻഷിയേറ്റഡ്. സീഡ് ഏരിയാസ് നോട്ട് കൃത്യമായി ഡിഫറൻഷിയേറ്റ് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന് കൂടെയാണ് പറയുന്നത്. അപ്പോൾ എന്താണ് സീഡ് ട്യൂബ്സുമായി തെറ്റായ പ്രസ്താവനകളാണ് കണ്ടെത്തേണ്ടത്. അപ്പൊ ഇത്തരത്തില് തെറ്റായ സ്റ്റേറ്റ്മെന്റുകൾ, റോങ് സ്റ്റേറ്റ്മെന്റ്, ട്രൂ സ്റ്റേറ്റ്മെന്റ് എന്ന് കാണുമ്പോൾ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യുക, ആ ചോദ്യത്തില് ഒരു അണ്ടർലൈൻ ചെയ്യുക, അതായത് റോങ് ആണോ ട്രൂ ആണോ എന്നുള്ളത്. എന്നിട്ട് ഇതിൽ നിങ്ങൾക്ക് അറിയാവുന്ന ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഒന്ന് മാർക്ക് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ്, ശരിയാണ് എന്ന് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? 2 ആണ് അല്ലെ. അതായത് കൺസിസ്റ്റ് ഓഫ് വെർട്ടിക്കൽ സെൽസ് പ്ലേസ്ഡ് വൺ എബവ് ദി അതർ ഫോമിംഗ് ലോങ് ട്യൂബ്സ് കണക്റ്റഡ് അറ്റ് ദി എൻഡ് വാൾസ് ബൈ ദി സീവ് പോർസ് എന്നുള്ളത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണെന്ന് നിങ്ങൾക്കറിയാം. അപ്പൊ അത് എന്ത് ചെയ്യുക, അതൊന്ന് ടിക്ക് ചെയ്യുക. ബാക്കിയുള്ളതാണ് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, എന്നിട്ട് ഇതിൽ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള, അതായത് നമ്മൾ ശരി എന്ന് ഉറപ്പിച്ചിട്ടുള്ള രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഉള്ള ആൻസേഴ്സ് എല്ലാം വെട്ടിക്കളയാം. അപ്പൊ ഏതാണ് ഇത് റോങ് ആണെന്ന് മനസ്സിലായി. ഇത് നിങ്ങൾക്ക് റോങ് ആണ്, കാരണം 2 ഓൺലി എന്നാണ് തന്നിരിക്കുന്നത്. ദെൻ 1 and 2 എന്ന് ഡിയിൽ തന്നിട്ടുണ്ട്. അപ്പൊ അതും തെറ്റാണ് എന്ന് മനസ്സിലായി. നിങ്ങൾക്ക് ഉറപ്പുള്ള കാര്യം ആദ്യം ചെയ്തു കഴിഞ്ഞാൽ എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾക്ക് ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ ഉത്തരം എന്താണ്? വിച്ച് വൺ ഓഫ് ദ റോങ് സ്റ്റേറ്റ്മെന്റ് എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് 1, 2 and 4 എന്നുള്ളതാണ്. അതായത് they are found in pteridophytes and gymnosperms എന്നുള്ള സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അതേപോലെ areas do not form the seed plates, areas form the sleeve plates എന്നാണ്. sleeve plates are not well എന്നാണ് കൊടുത്തിരിക്കുന്നത്. the sleeve areas are well differentiated എന്നുള്ളതാക്കി മാറ്റണം അല്ലെ. ഓക്കെ, അപ്പൊ അടുത്തത് നമുക്ക് നോക്കാം. അടുത്ത ചോദ്യം, which among the following statement is true എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ട്രൂ എന്നാണ്. അപ്പൊ ശരിയായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോ all algae possess chlorophyll and carotenes. എല്ലാ ആൽഗകളിലും ക്ലോറോഫില്ലും കാരോട്ടീനും ഉണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. A parasitic saprophyte over gametophyte is found in ferns. ഫേൺസില് എന്താണ്? പാരാസൈറ്റിക് സാപ്രിയോഫൈറ്റ്സ്, ഗാമറ്റോഫൈറ്റുകൾക്ക് മുകളിലായിട്ട് പാരാസൈറ്റിക് സാപ്രിയോഫൈറ്റ്സ് കാണാൻ കഴിയുന്നു എന്ന് പറയുന്നു. മൾട്ടി സെല്ലുലാർ ബ്രാഞ്ചഡ് റൈസോട്സ് ആൻഡ് ലീഫി ഗാമറ്റോഫൈറ്റ്സ് ആണ് കാണുന്നത് എന്നാണ്. ഏത്? ബ്രയോഫൈറ്റ്സില് അത്തരത്തിലുള്ള ഗാമറ്റോഫൈറ്റുകൾ കാണാൻ കഴിയും എന്നാണ് തേർഡ് സ്റ്റേറ്റ്മെന്റ്. യൂലോത്തിക്സ് ഇസ് എ ഫിലമെന്റിയസ് ആൽഗെ വിച്ച് ഫ്ലജെല്ലേറ്റഡ് റീപ്രൊഡക്റ്റീവ് സ്റ്റേജസ് ഉള്ള ഇത് കാണാൻ കഴിയുന്നു എന്നതാണ് നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. മൾട്ടിസിലേറ്റഡ് സ്പെർമറ്റോസൈറ്റ്സ് ആണ് ഏതിൽ കാണുന്നത്? ടെറൈറ്റ്സിലും സൈക്കാസിലും എന്നുള്ളതാണ് നെക്സ്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ കുറച്ചു മുമ്പ് നമ്മൾ പറഞ്ഞ പോലെ എലിമിനേഷൻ മെത്തേഡിലൂടെ നിങ്ങൾ ഉത്തരത്തിലോട്ട് എത്തുക. അതാണ് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കുള്ളത്. അപ്പൊ നിങ്ങൾ നമ്മുടെ ഓപ്ഷൻ ആയിട്ടുള്ള ഏതാണ് ശരി, ഇത്രയുമാണ് നമുക്കിപ്പോ ഇത്ര എണ്ണം കറക്റ്റ്, ഇത്ര എണ്ണം റോങ് എന്നുള്ളത് തന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചിട്ട് താഴെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കൂ കേട്ടോ. ഓരോ ചോദ്യം വായിക്കുമ്പോൾ അതിന്റെ ഉത്തരങ്ങൾ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പൊ നിങ്ങൾക്ക് എത്ര മാർക്ക് നമ്മൾ ഇത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തപ്പോൾ കിട്ടി എന്നുള്ളത് കൂടെ ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ എത്രത്തോളം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റില് നമുക്ക് ഏതാണ് വരുന്നത്? ഫസ്റ്റും
ഫോർത്തും ഫിഫ്ത്തും സ്റ്റേറ്റ്മെന്റ്സ് കറക്റ്റ് ആണ്. 2ഉം 3ഉം ആണ് നിങ്ങൾക്ക് റോങ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് അത് ഒന്നുകൂടെ ഒന്ന് വായിച്ചാലോ. അപ്പൊ ഏതാണ് നമ്മുടെ സെക്കൻഡ്? പാരാസൈറ്റിക് സാപ്രോഫൈറ്റ്സ് കാണുന്നു എന്ന് പറയുന്നത് എന്താണ്? തെറ്റാണ്. അതേപോലെ തന്നെ മൾട്ടി സെല്ലുലാർ ബ്രാഞ്ചഡ് റൈസോഡ്സ് കാണുന്നു എന്ന് പറയുന്നത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. അല്ല സോറി, കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദി കറക്റ്റ് ആൻസർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? കൃത്യമായി തന്നെ ഇതൊന്ന് മാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഇത് അറിയുന്നത് ആ രീതിയിൽ, അതായത് ഇപ്പൊ അറിയുന്ന കാര്യങ്ങൾ ആദ്യം തന്നെ മാർക്ക് ചെയ്യുക, അതിനുശേഷം അറിയാത്തതിനെ കുറിച്ചിട്ട് ചിന്തിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എങ്ങനെയാണ്? എ എന്ന് പറയുന്നത് 5th വൺ ആണ്. അതായത് എ കാറ്റ്കിൻ എന്ന് പറയുന്നത് മോറസ് ആണ്. ഓക്കെ, സ്പാക്സ് എന്ന് പറയുന്നത് കൊളക്കേഷ്യ ആണ്. ദെൻ സ്പൈക്ക് എന്ന് പറയുന്നത് ഏതാണ്? സ്പൈക്ക് എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ആണ്. ഓക്കെ, സ്പൈക്ക് എന്ന് പറയുന്നത് ആർച്ചിഡൻസ് ആണ്. അതേപോലെ തന്നെ അമ്പൽ എന്ന് പറയുന്നത് എന്താ? കൊറിയാഡം ആണ്. അപ്പൊ ഇതൊന്ന് നിങ്ങൾക്ക് അറിയുന്ന രീതിയിൽ നിങ്ങളൊന്ന് മാർക്ക് ചെയ്തിട്ട് നമ്മൾ ആ ഉത്തരത്തിലോട്ട് പോയാൽ മതി. നമുക്ക് നേരിട്ട് ഓപ്ഷൻ കാണുമ്പോൾ വല്ലാത്തൊരു കൺഫ്യൂഷൻ ആണ് ഫീൽ ചെയ്യുക. ഓക്കെ, അപ്പൊ തീർച്ചയായും ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക? വല്ലാതെ കറക്റ്റ് ആയി നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ദെൻ ചൂസ് ദി കറക്റ്റ് മാച്ച് ഫ്രം ദ ഫോളോയിങ്. ഇതിൽ നിങ്ങൾക്ക് മാച്ച് ചെയ്താനാണ് പറഞ്ഞിരിക്കുന്നത്. ബെറി എന്ന് പറയുമ്പോൾ, അതായത് ഈ തന്നിരിക്കുന്ന ഗോവ, സൺഫ്ലവർ, അതേപോലെ ടൊമാറ്റോ, റൈസൻസ്, മിമോസ, പൈപ്പർ, ഇതെല്ലാം ഇതിൽ ഏത് കാറ്റഗറിയുമായിട്ടാണ് മാച്ച് ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾക്കറിയാം ബെറി എന്ന് പറയുമ്പോൾ ടൊമാറ്റോ ആണോ, ഗോവ ആണോ, പൈപ്പർ ആണോ, മാംഗോയിലാണോ ഉൾപ്പെടുന്നത്? ഏതാണ്? ഗുവ. ബെറി എന്ന് പറയുമ്പോൾ ഗുവയാണ് അല്ലെ. ദെൻ റഗ്മ എന്ന് പറയുമ്പോൾ എന്താണ്? റഗ്മയുമായിട്ട് വരുന്നത് നമുക്ക് മിമോസയെ നമുക്ക് റഗ്മ എന്ന കാറ്റഗറിയിൽ പെടുത്താം അല്ലെ. ദെൻ സിപ്സില എന്ന് പറയുന്നത് ഏതാണ്? സൺഫ്ലവർ ആണ് അല്ലെ. അപ്പൊ നമുക്ക് ഇതിൽ അറിയുന്ന 1-2 ഉണ്ടെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായിട്ടും ആ ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കും. ഇപ്പൊ ബെറി ആണ് ഗുവ എന്ന് പറയുന്നത്, നമ്മൾ ബെറി എന്നുള്ള കാറ്റഗറിയിൽ മാച്ച് ചെയ്യാം എന്നുള്ള ഒരൊറ്റ കാര്യം അറിഞ്ഞാൽ മതി നിങ്ങൾക്ക് ബാക്കിയുള്ള ഉത്തരത്തിലോട്ട് എത്താനായിട്ട്. സൈക്കോണിയം ഏതാണ്? ഫിക്കസ് ആണ് അല്ലെ. അപ്പോ ഏതെങ്കിലും ഒന്ന് അറിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തീർച്ചയായും ഉത്തരത്തിലോട്ട് എത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് അറിഞ്ഞു വെക്കുക. തീർച്ചയായും നിങ്ങൾക്ക് അതിന്റെ ഉത്തരത്തിലോട്ട് എത്താൻ സാധിക്കും. Then choose the correct answer. ഈ തന്നിരിക്കുന്നതിൽ ഏതൊക്കെയാണ് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ, തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ എന്നുള്ളതാണ് നമുക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ചൂസ് ദി കറക്റ്റ് ആൻസർ. ഫസ്റ്റ്, കമ്പാനിയൻ സെൽസ് ആർ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓഫ് ഫ്ലോയം. കമ്പാനിയൻ സെൽസ് എന്ന് പറയുന്നത് ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓഫ് ഫ്ലോയം ആണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, കമ്പാനിയൻ സെൽസ് ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓഫ് ഫ്ലോയം ആണോ? ചിന്തിക്കൂ, എന്നിട്ട് കമന്റ് ചെയ്യണേ, മറക്കരുത്. വെസൽസ് കണ്ടെയ്ൻ ഓൺലി ലിവിംഗ് സെൽസ്. ഈ വെസൽസ് ലിവിംഗ് സെൽസ് മാത്രമാണ് ഉള്ളത് എന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരിക്കുന്നത്. CH സെൽസ് ആർ എൻന്യൂക്ലിയേറ്റഡ് അറ്റ് മെച്യൂരിറ്റി. മെച്യൂരിറ്റി ടൈമിൽ എൻന്യൂക്ലിയേറ്റഡ് ആവുന്നു സീൽ സെൽസുകൾ എന്ന് പറയുന്നു. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? അബ്നോർമൽ സെക്കൻഡറി ഗ്രോത്ത് ഈസ് ഡ്യൂ ടു ദ എക്സസ് കാംപിയ ഈസ് ഫൗണ്ട് ഇൻ ആസ്പെരാഗസ്. അസ്പെറാസുകളിൽ അസസ് ചെയ്യുന്ന കാംപിയ വന്നിട്ട് അബ്നോർമൽ സെക്കൻഡറി ഗ്രോത്തിന് കാരണമാകുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ 4 സ്റ്റേറ്റ്മെന്റുകളിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. അപ്പോൾ ഓൺലി ലിവിംഗ് സെൽസ് എന്ന് പറയുന്ന അങ്ങനെ ഓരോ സ്റ്റേറ്റ്മെന്റുകളായിട്ട് നിങ്ങൾ വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക. കമ്പാനിയൻ സെൽസ് ആർ ന്യൂക്ലിയേറ്റഡ് സെൽസ് ഓഫ് ഫ്ലോയം. കമ്പാനിയൻ സെൽസ് ന്യൂക്ലിയേറ്റഡ് സെൽസ് ഫ്ലോയത്തിന് ട്രൂ ആണോ ഫാൾസ് ആണോ? അല്ലെ, ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ദെൻ വെസൽസ് കണ്ടെയ്ൻ ഓൺലി ലിവിംഗ് സെൽസ്. ലിവിംഗ് സെൽസ് മാത്രമാണോ? അല്ല അല്ലെ, അപ്പൊ അത് false ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. Then seed cells are enucleated at maturity. മെച്യൂരിറ്റി ടൈമിൽ enucleated ആവുന്നു. ഓക്കെ,
then abnormal secondary growth കാണുന്നത് എന്താണ്? accessory cambia is found in asparagus. അപ്പൊ അതും ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ, ഇതെല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, സോ വളരെയധികം ശ്രദ്ധിക്കുക. then which among the following statement is true? തന്നിരിക്കുന്നതിൽ ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകൾ ഏതൊക്കെയാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. Water absorbed by the roots reaches the top of a tree by transpiration, pull and cohesion of water molecules. അപ്പൊ നിങ്ങൾക്കറിയാം കൊഹിഷൻ ആൻഡ് അഡ്ഹഷൻ എന്നുള്ള രണ്ട് ഫോഴ്സ് ഉണ്ട്. അപ്പൊ സൈലത്തിലൂടെ എന്താണ് മുകളിലോട്ട് വെള്ളം മറ്റുള്ള ഭാഗങ്ങളിലോട്ട് എത്തിക്കുന്നത് എന്താണ്? ട്രാൻസ്പിറേഷൻ പുള്ളാണ് എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലെ. ദെൻ കൊഹിഷൻ ഓഫ് ദ വാട്ടർ മോളിക്യൂൾസ് പരസ്പരമുള്ള ഒരു ആകർഷണ ബലത്തെയാണ് കൊഹസീവ് ഫോഴ്സ് എന്ന് പറയുന്നത്. ദെൻ രണ്ടാമത്തെ എന്താണ്? കണ്ടക്ഷൻ ഓഫ് സാപ്പ് ഇൻ ഓൾ പ്ലാന്റ്സ് വെൻ ഹേർഡ് വുഡ് ഡിക്കേഡ് ഒക്കേഴ്സ് ത്രൂ ഫ്ലോയം. ഫ്ലോയത്തിലൂടെയാണ് ഈ കണ്ടക്ഷൻ ഓഫ് സാപ്പ് എന്ന് പറയുന്നത് നടക്കുന്നത് എന്നാണ് പറയുന്നത്. ദെൻ തേർഡ് സ്റ്റേറ്റ്മെന്റ് എന്താണ്? ദെൻ വാർഡൻ എഫക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ഓഫ് സൈലം സാപ്പ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് എന്താണ്? Parthenocarpic fruits are produced by spraying auxins on the flowers. അല്ലെ, അപ്പൊ നിങ്ങൾക്കറിയാം ഇതിൽ നിങ്ങൾക്ക് ഉറപ്പുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ് എന്നുള്ളതാണ് ആദ്യം നിങ്ങൾ നോക്കേണ്ടത്. നമ്മൾക്ക് ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് എന്ന് ഉറപ്പാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ബാക്കി രണ്ടെണ്ണം നമുക്ക് എന്ത് ചെയ്യാം? എലിമിനേറ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് ഉത്തരമായിട്ട് ഏത് കിട്ടി? വാട്ടേഴ്സ് അബ്സോർബ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഓക്സിൻസ് സ്പ്രേ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് നമുക്ക് ട്രൂ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടെ ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നമുക്ക് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റുകളാണ് കാണേണ്ടത്. വാട്ടർ അബ്സോർബ് ബൈ ദ റൂട്ട്സ് റീച്ചസ് ദ ടോപ്പ് ഓഫ് ദ ട്രീ ബൈ ട്രാൻസ്പിറേഷൻ, പുൾ ആൻഡ് cohesion of water molecules എന്നുള്ള ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. then conduction of sap in all plants when hard wood decayed occurs through phloem എന്നാണ് തന്നിരിക്കുന്നത്. ഓക്കെ, then അടുത്തത് എന്താണ്? വാർബ്ലഡ് എഫക്ട് ഈസ് അസോസിയേറ്റഡ്. ഇതാണ് നമുക്ക് മിസ്റ്റേക്ക് ആയിട്ട് വരുന്ന ഭാഗം കേട്ടോ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കണേ. വാർബ്ലഡ് എഫക്ട് ഈസ് അസോസിയേറ്റഡ് വിത്ത് ബൈ ഡയറക്ഷൻ ട്രാൻസ്പോർട്ട് ഓഫ് സൈലം സാപ്പ്. ഓക്കെ, ബൈ ഡയറക്ഷണൽ ട്രാൻസ്പോർട്ട് ഓഫ് സൈലം സാപ്പ്. ഇപ്പൊ ഇതൊന്ന് ശ്രദ്ധിക്കുക. മിസ്റ്റേക്ക് വരുന്ന ഭാഗം എടുത്തു വെച്ച് തന്നെ പഠിക്കുക. നമുക്ക് ചെറിയൊരു വ്യത്യാസം വരുത്തിക്കൊണ്ട് നമ്മുടെ മാർക്ക് കളയാവുന്ന രീതിയിലുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ നമ്മൾ ശ്രദ്ധിക്കാതെ അപ്പോഴത്തെ ഒരു ടെൻഷനിൽ ഉത്തരം എഴുതിയാൽ നമുക്ക് പോകുന്നത് ഒരു മാർക്കാണ്. ഓക്കെ, then Parthenocarpic fruits are produced by spraying auxins on the flowers. അല്ലെ, ഓക്സിൻ നമുക്കത് അറിയാവുന്നതാണ്, സ്പ്രേ ചെയ്യുന്ന കാര്യം. സോ അത് ട്രൂ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഓക്കെ അല്ലേ. ദെൻ അടുത്ത ചോദ്യം നോക്കാം. ഡാഷ് ഈസ് ദ ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടർ ഇൻ ദ ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ അല്ലെങ്കിൽ ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തില് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടർ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. സൈറ്റോക്രോം എഫ് ആണോ, ഫിനോഫൈറ്റിൻ ആണോ, പ്ലാസ്റ്റോസൈനിൻ ആണോ, പ്ലാസ്റ്റോക്വിനോൻ ആണോ? ഏതാണ്? പ്ലാസ്റ്റോക്വിനോൻ ആണ് ഹൈഡ്രജൻ ട്രാൻസ്പോർട്ടർ ഇൻ ദ ഫോട്ടോസിന്തറ്റിക് ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് സിസ്റ്റം. ഓക്കെ, അടുത്ത ചോദ്യം. മോർഫോളജിക്കലി യൂസ്ഫുൾ ആൻഡ് എഡിബിൾ പാർട്ട് ഓഫ് ദ പൈനാപ്പിൾ. പൈനാപ്പിളിന്റെ മോർഫോളജിക്കലി യൂസ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ എഡിബിൾ പാർട്ട് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. പെഡിക്യൂൾ ആണോ, ബ്രാക്കറ്റ്സ്, പെരിയാന്ത് ആൻഡ് പെരികാർപ്പ്. അതേപോലെ സെക്കൻഡ് ഓപ്ഷൻ പെരികാർപ്പ് ആൻഡ് തലാമസ്. ഓപ്ഷൻ സി പെരികാർപ്പ് ആൻഡ് പ്ലാസെന്റ. ഓപ്ഷൻ ഡി എക്സോകാർപ്പ് ആൻഡ് മീസോകാർപ്പ്. അപ്പൊ നമ്മളുടെ ഓരോ ഭാഗങ്ങൾ ഫ്രൂട്ടിന്റെ പാർട്സ് ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾ ഇതിൽ തന്നെ മോർഫോളജിക്കൽ യൂസ്ഫുൾ, ഒരു പൈനാപ്പിളിന്റെ മോർഫോളജിക്കൽ യൂസ്ഫുൾ അല്ലെങ്കിൽ എഡിബിൾ പാർട്ട് ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എഡിബിൾ പാർട്ട് എന്ന് പറയുന്നത് പെഡിക്കിൾ, ബ്രാക്കറ്റ്സ്, പെരിയാന്ത് ആൻഡ് പെരികാർപ്പ് എന്ന് ഉള്ളതാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ഓക്കെ, ഇതാ നിങ്ങൾക്ക് ആൻസർ ഒന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ റിമൈൻസ് ഓഫ് ദ ഫ്ലവർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഈ ഏതൊക്കെയാണ്? ബ്രാക്റ്റ് ആണ്, അതായത് പെഡിക്യൂൾ ഏതാണ്, ഫ്രൂട്ട് ആക്സിസ് ഏതാണ്, റിമൈൻസ് ഓഫ് ദ ഫ്ലവർ ഏതാണ് എന്നുള്ളത് കാണിക്കുന്നുണ്ട് കേട്ടോ. നെക്സ്റ്റ് വൺ. A fiber yielding plant where the source of fiber is the phloem.
സോഴ്സ് ഓഫ് ദ ഫൈബർ ഇസ് ദ ഫ്ലോയം. ഫ്ലോയം സോഴ്സ് ഓഫ് ദ ഫൈബർ ആയിട്ടുള്ള പ്ലാന്റ് ഏതാണ് തന്നിരിക്കുന്ന ഓപ്ഷനിൽ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കനാബിസ് സറ്റൈവയാണോ, കോക്കസ് ന്യൂസിഫെറയാണോ, കോട്ടൺ ആണോ, ബാംബു ആണോ? എ ഫൈബർ yielding plant where the source of fiber is the phloem. ഏതാണ്? കനാബിസ് സറ്റൈവയാണ്. ഏതാണ്? കനാബിസ് സറ്റൈവയാണ്. എ ഫൈബർ yielding plant where the source of the fiber is the phloem. phloem സോഴ്സ് ആയി വരുന്ന ഏതിലാണ്? കനാബിസ് സറ്റൈവയിലാണ്. അടുത്ത ചോദ്യം, ചൂസ് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഫ്രം ദ ഫോളോയിങ്. തന്നിരിക്കുന്നവയിൽ നിന്നും തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. The major aerosol pollutants present in the jet plane emission is CFC. First statement. Second statement, oxides of carbon given rise to photochemical smoke and pan. Okay, photochemical smokeന്റെ കാരണമാവുന്ന എന്താണ്? ഓക്സൈഡ്സ് ഓഫ് കാർബൺ എന്നാണ് തന്നിരിക്കുന്നത്. അടുത്ത സ്റ്റേറ്റ്മെന്റ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡയോക്സൈഡ് ആൻഡ് സൾഫർ ട്രയോക്സൈഡ് എന്ന് പറയുന്നത് ഹീമോഗ്ലോബിനുമായി കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ ആൻഡ് ഇംപീഡ് ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെ. അപ്പൊ ഇത് നമ്മൾക്ക് അറിയാവുന്നതാണ്. കാർബൺ ഡയോക്സൈഡ് അല്ലെങ്കിൽ കാർബൺ ഡയോക്സൈഡിന് പകരം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്നത് കാർബൺ മോണോക്സൈഡ് ആണെങ്കിൽ എന്താണ് ഫോം ചെയ്യുക? കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോം ചെയ്തത് ആ ഒരു വിഘടനം നടക്കാതിരിക്കുകയും നമ്മുടെ ചാക്രിക പ്രവർത്തനം അല്ലെ സൈക്ലിക് പ്രോസസ് അവിടെ തടസ്സപ്പെടുകയും ചെയ്യുന്നുണ്ട് അല്ലെ ലങ്സിലോട്ടുള്ളത്. അപ്പോ CO2, N2, SO2 എന്നിവ ഹീമോഗ്ലോബിനുമായി കമ്പൈൻ ചെയ്യുകയും ഓക്സിജൻ ട്രാൻസ്പോർട്ട് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, then oxygen is not released in the burning of coal. കോൾ ബേൺ ചെയ്യുമ്പോൾ അവിടെ ഓക്സിജൻ റിലീസ് ചെയ്യപ്പെടുന്നില്ല എന്നാണ്, നോട്ട് റിലീസ്ഡ് അല്ലെ. അപ്പൊ കോൾ ബേൺ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് ആണ് അവിടെ വരുന്നത്, ഓക്സിജൻ അല്ല. അപ്പൊ എന്താണ്? ഓക്സിജൻ ഈസ് നോട്ട് റിലീസ്ഡ് എന്ന് പറയുന്നത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. CO2 കമ്പൈൻ വിത്ത് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണ്? ശരിയായിട്ടുള്ളതാണ് അല്ലെ. അപ്പൊ ഓക്സൈഡ്സ് ഓഫ് കാർബൺ ഗിവൻ റൈസ് ടു ഫോട്ടോ കെമിക്കൽ സ്മോക്ക് ആൻഡ് പാൻ എന്നുള്ളതാണ് നമ്മുടെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ്. അപ്പൊ ഓപ്ഷൻ എന്ത് വരും? ഓപ്ഷൻ ബി ആണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. Then Bharatpur Bird Sanctuary is also known as Bharatpur Bird Sanctuary. ഏത് പേരിൽ കൂടെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഭരത്പൂർ ബേർഡ് സാങ്ച്വറിയുടെ മറ്റൊരു പേരാണ് കേലാഡോ ഗാന നാഷണൽ പാർക്ക്. കേലാഡോ ഗാന നാഷണൽ പാർക്ക് എന്നുള്ളത്. ഓക്കെ, ഭാവിയിൽ സർക്കാർ സ്കൂളുകളിൽ അധ്യാപകരാകാൻ തയ്യാറെടുക്കുന്നവരാണോ നിങ്ങൾ? കഴിഞ്ഞ LP-UP എക്സാമിൽ 250-ൽ പരം കുട്ടികളെ വിജയിപ്പിച്ച് കേരളത്തിൽ തന്നെ ചരിത്ര വിജയം സൃഷ്ടിച്ച എയിം സ്റ്റഡി സെന്റർ വരാനിരിക്കുന്ന LP-UP എക്സാമുകൾക്കായി ഇതാ പുതിയ ലോങ് ബാച്ചുകൾ ആരംഭിക്കുന്നു. ഈ കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ സമയത്തിനനുസരിച്ച് കാണാൻ സാധിക്കുന്ന റെക്കോർഡഡ് വീഡിയോ ക്ലാസുകൾ, PDF മെറ്റീരിയൽസ്, നിരവധി മോക്ക് ടെസ്റ്റുകൾ, മോഡൽ എക്സാമുകൾ, OMR എക്സാമുകൾ, നിങ്ങളുടെ സംശയ സാധൂകരണത്തിനായുള്ള ഒരു പ്രത്യേക പ്ലാറ്റ്ഫോം, ഒരു മെന്ററിന്റെ സഹായം കൂടെ ഈ ഒരു കോഴ്സിന്റെ ഭാഗമായി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ കോൺടാക്ട് ചെയ്യേണ്ട നമ്പർ 9446537080. അടുത്ത ചോദ്യം, ദി കമ്പോണൻസ് ഓഫ് ലണ്ടൻ സ്മോക്ക്, ദ മോസ്റ്റ് സിവിയർ എയർ പൊല്യൂഷൻ occurred in 1952 were dash particulars like soot, ammonium sulfate and humidity or water from fog. ഇതിലെ ഏത് കാരണമാണ് ലണ്ടൻ സ്മോഗ് രൂപീകൃതമായത് 1952 എന്നുള്ളതാണ്. ഏതായിരുന്നു ആ സമയത്ത്? SO2 ആയിരുന്നു. ഏതായിരുന്നു? SO2 ആയിരുന്നു. ആ സമയത്ത് ഈ ലണ്ടൻ സ്മോഗ് എന്നുള്ള പ്രതിഭാസം ഉണ്ടാകാനായിട്ട് അല്ലെങ്കിൽ 1952 അങ്ങനെ ഒരു കാര്യം ഉണ്ടാവാനായിട്ട് കാരണമായിട്ടുള്ള കെമിക്കൽ എന്ന് പറയുന്നത്. അടുത്ത ചോദ്യം, മാച്ച് ദ ഫോളോയിങ് ആൻഡ് ചൂസ് ദ കറക്റ്റ് ആൻസർ. തന്നിരിക്കുന്ന ഈ 4 എണ്ണം നമ്മളൊന്ന് മാച്ച് ചെയ്ത് ആൻസറിലോട്ട് എത്താനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ തരുമ്പോൾ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്താണ്? ഇതൊന്ന് ആദ്യം തന്നെ ഒന്ന് അറിയാവുന്ന കാര്യങ്ങളൊന്ന് മാച്ച് ചെയ്യുക.
ഓക്കെ, അപ്പൊ തന്നിരിക്കുന്നത് റൈമോന തന്നിട്ടുണ്ട്, ഓപ്ഷൻ ബി എന്ന് പറയുന്നതിൽ ഓക്സിജൻ ടാങ്ക് എന്ന് തന്നിട്ടുണ്ട്, ടൊറേ കാനൺ എന്ന് തന്നിട്ടുണ്ട്, SR-90 എന്ന് തന്നിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് ഓപ്ഷൻ 1 ആയിട്ട് ബി സെക്ഷനിൽ തന്നിരിക്കുന്നത് എന്തൊക്കെയാ? ന്യൂക്ലിയർ ഫോൾ ഔട്ട്, നാഷണൽ പാർക്ക്, തണ്ടർ ഡ്രാഗൺ, ഓയിൽ സ്പില്ലേജ്, ക്ലൈമറ്റ് ചേഞ്ച് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന കാര്യം എന്തൊക്കെയാണ്? ടൊറേ കാനൺ എന്ന് പറയുന്നത് ഓയിൽ സ്പില്ലേജ് ആണെന്നറിയാം. പിന്നെ റൈമോന എന്താണ്? ഒരു നാഷണൽ പാർക്ക് ആണെന്നറിയാം. അതേപോലെ തന്നെ ഓക്സിജൻ ടാങ്ക് എന്ന് പറയുന്നത് തണ്ടർ ഡ്രാഗൺ ആണെന്നറിയാം. SR-90 എന്ന് പറയുന്നത് ന്യൂക്ലിയർ ഫോൾ ഔട്ട് ആണെന്ന് അറിയാം അല്ലെ? അപ്പൊ ഇത്രയാണ് എന്ത് നമ്മുടെ ചോദ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒന്ന് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ചോദ്യത്തിലെ എ പാർട്ടും ബി പാർട്ടും കൂടെ ഒന്ന് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇതിങ്ങനെ ഒന്ന് വരച്ചു കഴിഞ്ഞാൽ ഉത്തരത്തിലോട്ട് എത്താനായിട്ട് നമുക്ക് വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, അപ്പൊ ഓപ്ഷൻസ് ഒന്ന് വായിക്കാം. നമുക്ക് ഇങ്ങനെയാണ് നമ്മൾ ഓപ്ഷൻസ് തരുന്നത്. അപ്പൊ എയിൽ ഏതാണ്, ബിയിൽ ഏതാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങൾ നോട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് ആ ഉത്തരത്തിലോട്ട് എത്താനായിട്ട് സാധിക്കൂ. അപ്പൊ ഇനി ഇതിൽ ഡൗട്ട് ഇല്ലാലോ? ഓക്കെ, അടുത്ത ചോദ്യം, which part of the heart conducting system is responsible for the initiating the electrical impulses? അപ്പൊ electrical impulses എന്ന ആ ഒരു കീ വേർഡിൽ നിന്ന് തന്നെ SA നോഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും അല്ലെ? അപ്പൊ നമുക്ക് ബാക്കി ഓപ്ഷൻസ് ഒന്നും വായിക്കാതെ തന്നെ എന്താണ് electrical impulses that stimulate the heart to കോൺട്രാക്ട് എന്നുള്ളത് സിനോവിയൽ ഏട്രിയൽ നോഡ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. ഏട്രിയോ വെൻട്രിക്കുലർ നോഡാണോ, സിനോ ഏട്രിയൽ നോഡാണോ, ബണ്ടിൽ ഓഫ് ഹിസ് ആണോ, പർക്കിജെ ഫൈബേഴ്സ് ആണോ എന്നുള്ളതൊന്നും നമുക്ക് അവിടെ ആലോചിക്കേണ്ടി വരില്ല. കാരണം എന്താണ്? ഇലക്ട്രിക്കൽ ഇമ്പൾസസ് ദാറ്റ് സ്റ്റിമുലേറ്റ്സ് ദി ഹാർട്ട് എന്ന് കാണുമ്പോൾ തന്നെ അത് സിനോ ഏട്രിയൽ നോഡ് ആണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അടുത്ത ചോദ്യം, ഇതിന്റെ ആൻസർ മാർക്ക് ചെയ്താണ്. ഓക്കെ, അടുത്ത ചോദ്യം, when an electrical impulses reach the Purkinje fibers, what action do they initiate in the heart? ഹാർട്ടില് Purkinje fibers എന്ത് ആക്ഷൻ ആണ് കൈക്കൊള്ളുന്നത്? കോൺട്രാക്ഷൻ ഓഫ് ദ ഏട്രിയം ആണോ, റിലാക്സിംഗ് ഓഫ് ദ വെൻട്രിക്കിൾസ് ആണോ, വെൻട്രിക്കിളുടെ കോൺട്രാക്ഷൻ ആണോ, സ്റ്റിമുലേഷൻ ഓഫ് SA നോഡ് ആണോ? നമ്മൾക്കറിയാം Purkinje ഫൈബേഴ്സ് എന്ന് പറയുമ്പോൾ കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾ ആണ് ചെയ്യുന്നത്. ഓക്കെ, Purkinje ഫൈബേഴ്സ് വാട്ട് ആക്ഷൻ ഡു ദ ഇനീഷ്യേറ്റ് ഇൻ ദ ഹാർട്ട് എന്ന് ചോദിച്ചാൽ ഏതാണ്? കോൺട്രാക്ഷൻ ഓഫ് ദ വെൻട്രിക്കിൾസ് ആണ്. Which blood cells are formed in the bone marrow from megakaryocytes? മെഗോകാരിയോസൈറ്റ്സ് ബോൺ മാരോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോം ചെയ്യുന്ന ബ്ലഡ് സെൽസ് ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബോൺ മാരോയിൽ ഫോം ചെയ്യുന്നത് ഏതാണ്? പ്ലേറ്റ്ലെറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ എന്താണ്? which blood cells are formed in the bone marrow from megakaryocytes എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്ലേറ്റ്ലെറ്റ്സ് ആണ്. നെക്സ്റ്റ്, what is the primary factor that shifts the oxyhemoglobin dissociation curve to the right? ഏതാണ് ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവിനെ റൈറ്റിലോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ എ ആണ് ഡിക്രീസ്ഡ് CO2 ലെവൽ, ഇൻക്രീസ്ഡ് pH, സി എന്ന് പറയുന്ന ഡിക്രീസ്ഡ് ടെമ്പറേച്ചർ, ഡി ഇൻക്രീസ് 2,3-BPG. BPG എന്താണ്? ബൈഫോസ്ഫോ ഗ്ലൈസറേറ്റ് എന്നുള്ളതിന്റെ അധികരണം എന്നാണ് പറയുന്നത്. അപ്പൊ ഏതാണ് ഉത്തരം? ഇൻക്രീസ് 2,3-BPG എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് വായിക്കാം. വാട്ട് ഇസ് ദ പ്രൈമറി ഫാക്ടർ ദാറ്റ് ഷിഫ്റ്റ് ദി ഓക്സിഹീമോഗ്ലോബിൻ ഡിസോസിയേഷൻ കർവ് ടു ദി റൈറ്റ് എന്നുള്ളത് ഇൻക്രീസ് 2,3-BPG എന്നുള്ളതാണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ? അടുത്ത ചോദ്യം, during muscle contraction which molecule binds to calcium ion? muscle contraction സമയത്ത് കാൽഷ്യം അയോണുകളുമായി ബൈൻഡ് ചെയ്യപ്പെടുന്നത് ഏതാണ്? to initiate the interaction between the actin and myosin. ആക്ടിന്റെയും മയോസിന്റെയും ഇന്ററാക്ഷൻസിനെ
ആ ഒന്ന് ഇനീഷ്യേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കാൽഷ്യം അയോൺസുമായി പ്രവർത്തിക്കുന്നത് ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രോപ്പോണിൻ, ഓപ്ഷൻ ബി ട്രോപ്പോമയോസിൻ, ഓപ്ഷൻ സി മയോസിൻ, ഓപ്ഷൻ ഡി ടൈറ്റിൻ എന്നുള്ളതാണ്. ഏതാണ്? ട്രോപ്പോണിൻ ആണ്. ഡ്യൂറിംഗ് ദി കോൺട്രാക്ഷൻ ആരാണ് പ്രവർത്തിക്കുന്നത്? ട്രോപ്പോണിൻ ആണ്. അപ്പൊ ട്രോപ്പോണിൻ എന്നുള്ളതിന്റെ നിങ്ങൾക്ക് ഇതിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അല്ലെ. ഇനി നെക്സ്റ്റ് വൺ നോക്കാം. നമ്മുടെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ദ ന്യൂറോ ഹൈപ്പോഫൈസിസ് ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് ഗ്ലിയാൽ ലൈക്ക് സെൽസ് കോൾഡ്. ന്യൂറോ ഹൈപ്പോഫൈസിസിൽ ഗ്ലിയൽ ലൈക്ക് സെൽസ് എന്ന് പറയുന്നത് ഏതാണ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. പിറ്റ്യൂസൈറ്റ്സ് ആണോ, ആസ്ട്രോസൈറ്റ്സ് ആണോ, മൈക്രോഗ്ലീലിയ ആണോ, ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് ആണോ? ഏതാണ്? പിറ്റ്യൂസൈറ്റ്സ് ആണ്. ഏതാണ്? പിറ്റ്യൂസൈറ്റ്സ് ആണ്. ദ ന്യൂറോ ഹൈപ്പോഫൈലസ് ഈസ് കമ്പോസ്ഡ് മെയിൻലി ഓഫ് ഗ്ലിയൽ ലൈക്ക് സെൽസ് കോൾഡ് പിറ്റ്യൂസൈറ്റ്സ്. ഓക്കെ, അടുത്ത ചോദ്യം. Which structure is responsible for the storage and release of calcium ions in the striated muscles? Okay, striated muscles കാൽഷ്യം അയോൺസിന്റെ സ്റ്റോറേജിനും റിലീസിനും കാരണമാവുന്നത് സർക്കോലീമിയ ആണോ, സർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം ആണോ, ടി ട്യൂബ്യൂൾസ് ആണോ, മയോഫൈബ്രിൽസ് ആണോ? ഏതാണ് കാൽഷ്യം അയോൺസിന്റെ റിലീസിന് കാരണമാകുന്നത്? സർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഏതാണ്? സർക്കോപ്ലാസ്മിക് റെറ്റിക്കുലം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. മീസോകാരിയോട്ടിക് സെൽസ് ആർ പ്രസന്റ് ഇൻ. മീസോകാരിയോട്ടിക് സെൽസ് എവിടെയാണ് കാണാൻ സാധിക്കുന്നത്? ബാക്ടീരിയാസിലാണോ, പ്രിയോൺസിലാണോ, ഡൈനോഫ്ലജല്ലേറ്റ്സിലാണോ, ക്യോനോറാബിഡൈറ്റ്സിലാണോ? ഏതിലാണ് കാണാൻ സാധിക്കുക? അത് നിങ്ങൾ കമന്റ് ചെയ്യണേ. ഓക്കെ, നമ്മളിങ്ങനെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നതിന്റെ ഒപ്പം ഉത്തരങ്ങൾ കമന്റായി രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. ഓക്കെ, മീസോകാരിയോട്ടിക് സെൽസുകൾ ഡൈനോഫ്ലജല്ലേറ്റ്സിലാണ് കാണാനായിട്ട് സാധിക്കുക. മീസോകാരിയോട്ടിക് സെല്ലുകൾ നമുക്ക് എവിടെയാണ് കാണാൻ സാധിക്കുക? ഡൈനോഫ്ലജല്ലേറ്റ്സിലാണ്. അടുത്ത ചോദ്യം. Cisterna, tubules and vesicles are the components of. Cisterna, tubules vesicles ഏതിന്റെ കമ്പോണന്റുകളാണ്? എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ ആണോ, ലൈസോസോമിന്റെ ആണോ, പെറോക്സിസോംസിന്റെ ആണോ, റൈബോസോമിന്റെ ആണോ? ഏതിന്റെ കമ്പോണന്റുകളാണ്? അതായത് സിസ്ട്രീന ട്യൂബ്യൂൾസും വെസ്റ്റിക്കിൾസും നിങ്ങൾക്ക് ഇതിൽ കാണാം എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കമ്പോണന്റുകളാണ് എന്ന് നമുക്ക് അറിയാം അല്ലെ. എൻഡോപ്ലാസ്മിക് റെറ്റിക്കുലത്തിന്റെ കമ്പോണന്റുകളാണ് സിസ്ട്രീന ട്യൂബ്യൂൾസ് ആൻഡ് വെസിക്കിൾസ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. The flavoprotein present in the complex I of the inner mitochondrial membrane is. The flavoprotein അതായത് നമ്മുടെ കോംപ്ലക്സ് ഐ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിനിൽ പ്രസന്റ് ആയിട്ടുള്ള ഫ്ലാവോപ്രോട്ടീൻ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ സിനേറ്റ് ഡീഹൈഡ്രോജിനേസ്, ബി കോഎൻസൈം ക്യൂ, സി സൈറ്റോക്രോം സി, ഡി NADH ഡീഹൈഡ്രോജിനേസ് എന്നാണ്. അപ്പൊ നിങ്ങളൊന്ന് ചിന്തിക്കൂ എന്താണ് ആൻസർ എന്നുള്ളത്. ഓക്കെ, അതായത് നമ്മുടെ ഫ്ലാവോ പ്രോട്ടീൻ പ്രസന്റ് ഇൻ ദ കോംപ്ലക്സ് ഐ ഓഫ് ദ മൈറ്റോകോൺഡ്രിയൽ മെംബ്രെയിൻ എന്ന് പറയുന്നത് NADH ഡീഹൈഡ്രോജിനേസ് ആണ്. എന്താണ്? NADH ഡീഹൈഡ്രോജിനേസ് ആണ്. ഓക്കെ, അടുത്തത്. Then the terminal part of the chromosome beyond secondary construction is called. എന്താണ്? terminal part of the chromosome beyond the secondary construction is called as telomere ആണോ, satellite ആണോ, nuclear organizer ആണോ, chromatid ആണോ? ഏതാണ്? satellite ആണ് അല്ലേ. അടുത്ത ചോദ്യം നോക്കാം. The characteristic cytoplasm that contain abundant endoplasmic reticulum arranged in concentric layers and also many Golgi vesicles is the speciality of. എന്താണ് ചോദ്യം? A characteristic cytoplasm that contain abundant endoplasmic reticulum arranged in
കോൺസെൻട്രിക് ലെയേഴ്സിൽ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ മെനി ഗോൾജി വെസിക്കിൾസും കാണാൻ കഴിയുന്നത് ഏതിലാണ്? ഈസ്നോഫിൽസിലാണോ, NK സെൽസിലാണോ, പ്ലാസ്മ സെൽസിലാണോ, ന്യൂട്രോഫിൽസിലാണോ? ഏതിലാണ് കാണാൻ കഴിയുക? നമുക്ക് പ്ലാസ്മ സെൽസിലാണ് അല്ലെ. അപ്പൊ ഏതിലാണ് കാണാൻ കഴിയുന്നത്? പ്ലാസ്മ സെൽസിലാണ്. ചോദ്യം ഒന്നുകൂടെ വായിക്കാം. A characteristic cytoplasm that contain abundant endoplasmic reticulum arranged in concentric layers and also many Golgi vesicles is the specialty of plasma cells. Okay. അടുത്ത ചോദ്യം. A type 1 hypersensitive reaction is induced by certain type of antigens refers to as ആന്റിജൻസിൽ ഉണ്ടാവുന്ന ഒരു ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻസിനെ നമ്മൾ പറയുന്നത് എന്താണ്? അലർജൻസ് എന്നാണ് അല്ലെ. അപ്പൊ നമുക്ക് അതിൽ ഓപ്ഷൻസ് നോക്കണോ? പെട്ടെന്ന് തന്നെ ഉത്തരത്തിലോട്ട് എത്താൻ പറ്റുന്ന ഒരു ചോദ്യമാണ്. അപ്പൊ പാരാടോപ്സ് ആണോ, ഇമ്മ്യൂണോജൻസ് ആണോ, അലർജൻസ് എന്നാണോ, എപ്പിടോപ്സ് എന്നാണോ എന്നാണ് ഓപ്ഷൻസിൽ തന്നിരിക്കുന്നത്. അപ്പൊ എന്താണ് ഉത്തരം? എ ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റീവ് റിയാക്ഷൻ ഈസ് ഇൻഡ്യൂസ്ഡ് ബൈ സർട്ടൻ ടൈപ്പ് ഓഫ് ആന്റിജൻസ് refers to as allergens. Okay. അടുത്ത ചോദ്യം. Which among the following is an example for autoimmunodisease? ഒരു autoimmunodisease-ന് എക്സാമ്പിൾ ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എറിത്രോബ്ലാസ്റ്റോസിസ് ഫിയേറ്റസ് ആണോ, ലുക്കീമിയ ആണോ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണോ, എയ്ഡ്സ് ആണോ? ഏതാണ് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് ഓട്ടോ ഇമ്മ്യൂണോ ഡിസീസ് എന്ന് പറയുന്നത്? ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണ്. ഓക്കെ, ചോദ്യം ഒന്നുകൂടെ വായിക്കുന്നുണ്ട്. എന്താണ്? വിച്ച് among the following is an example for autoimmuno disease? autoimmuno disease-ന് ഉദാഹരണമായിട്ടുള്ളത് ഏതാണ് എന്നാണ്. എറിത്രോബ്ലാസ്റ്റിക് ഫിയാലിറ്റിസ് ആണോ, ലുക്കീമിയ ആണോ, ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് ആണോ, എയ്ഡ്സ് ആണോ എന്നുള്ളതാണ്. അപ്പൊ അതിന്റെ ഉത്തരം എന്ന് പറയുന്നത് ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ഡയബറ്റിസ് മെലിറ്റസ് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഇത്രയും ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതിൽ വരാൻ സാധ്യതയുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ട് നിങ്ങൾക്ക് എക്സാമിന്. സോ വളരെ കെയർഫുൾ ആയിട്ട് തന്നെ പഠിക്കുക. നമ്മുടെ ഈ സീരീസിലുള്ള ബാക്കി ക്ലാസ്സുകൾ കൂടെ തീർച്ചയായും കാണുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. അതേപോലെ തന്നെ ഇത് ഉപകാരപ്രദമാണ് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക. ഓക്കെ, മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.